വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. മുഴുവൻ റാഗിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. നമ്മൾ സാധാരണ കറിയൊക്കെ വയ്ക്കുന്ന ചെറുപയറുണ്ടല്ലോ, അത് തന്നെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിലെടുക്കുക. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് ഇതൊരു 3-4 തവണ കഴുകിയതിന് ശേഷം നമുക്കിതൊരു ഓവർനൈറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. സാധാരണ ദോശൻ്റെ ബാറ്റർ പോലെ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒത്തിരി ടൈറ്റും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വീണ്ടും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെറുപയർ കൊണ്ട് ചെയ്തു എന്ന് വിചാരിച്ച് ചെറുപയറിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചമ്മന്തിയുടെ കൂടെ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല മൊരിഞ്ഞിട്ട് നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലാതെ ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെയൊന്നും അല്ല, നല്ല ആ ഒരു മൊരിഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതങ്ങനെ പെട്ടെന്ന് പാനിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു ദോശയല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടി റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതെടുത്ത് സെർവ് ചെയ്യാം. അപ്പം നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒരു തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഇത് സെർവ് ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.